ഗായ്സ് നമ്മളിന്ന് ആലുവയിലുള്ള താൽ കിച്ചണിൽ നിന്നാണ് ഒരു ക്വാർട്ടർ ചിക്കൻ കുഴിമന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ മണിയനുണ്ട്. കുഴിമന്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനും വരും, നിങ്ങൾക്ക് അറിയാലോ. ആദ്യം തന്നെ മയണൈസിൻ്റെ ഒരു കുഞ്ഞു ഡപ്പി, അത് കഴിഞ്ഞിട്ട് ഇതേ കക്കരിക്ക് ഇട്ടിട്ടുള്ള ഒരു കുഞ്ഞു ഡപ്പി, പിന്നെ അതുപോലെ തന്നെ ഒരു ചട്നി. ഞാൻ ഇതുവരെ ഈ ഒരു താൽ കിച്ചണിൽ കഴിച്ചിട്ടില്ല കേട്ടോ. അവിടുത്തെ ചട്നി വേറെ കളർ വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ എന്താണെന്ന് നോക്കാം. പിന്നീട് ഞാൻ പറയണ്ടല്ലോ, റൈസിൻ്റെ ആ ഒരു പാക്കറ്റ് അങ്ങോട്ട് എടുത്തു. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടോടുക്കനെ കഴിക്കാം. ഏകദേശം ഒരു 12:30 ആയിട്ടുള്ളൂ. അതങ്ങനെ പൊട്ടിച്ചപ്പോൾ കളറൊന്നുമില്ല കേട്ടോ. ഒരു വൈറ്റ് കളറൊക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ തന്നെ എൻ്റെ മുഖം ഒന്ന് വാടി. പക്ഷേ എന്നാലും ഞാനത് എടുത്തിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക്, നമ്മുടെ ഫേവറേറ്റ് പ്ലേറ്റ് ആയിട്ടുള്ള വലിയ പ്ലേറ്റ് ഉണ്ടല്ലോ, അതിലോട്ടാണ്ട് മാറ്റി. വീഡിയോൻ്റെ ഇടയിൽ ഒരു ഷൂ സൗണ്ടൊക്കെ ഇല്ലേ, സംഭവം വേറൊന്നുമല്ല. നമ്മുടെ താഴെയായിട്ട് മണിയൻ നിൽക്കുന്നുണ്ടേ. അവനിങ്ങനെ മുറിവിളി കേട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവൻ ആദ്യം കൊടുത്തിട്ട് വേണം നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതേ അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ചിക്കൻ പീസ് എടുത്ത് മാറ്റാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിലുള്ള നല്ലൊരു അടിപൊളി ചിക്കൻ പീസ്. തമ്പനയിൽ നല്ല രീതിയിലുള്ള ഫോട്ടോ എടുക്കണതുകൊണ്ട് തന്നെ ഞാൻ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ആ ഒരു ചിക്കൻ പീസ് മാറ്റി വെക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അടർന്നു പോകും, കാരണം അത്രയും സോഫ്റ്റ് ആണേ. കൂട്ടുകറികളൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കുകയാണ്. ആദ്യം തന്നെ 3 കക്കരിക്ക കേട്ടോ ഈ ഒരു ഇതിലുണ്ടായിരുന്നത്, ചെറിയൊരു ഡപ്പിയിൽ 3 കക്കരിക്ക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ തക്കാളിച്ചാറ്, ആ ഒരു സാധനം എടുത്തിട്ട് പൊട്ടിക്കാനായിട്ട് കുറേ നേരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു കയ്യിൽ ക്യാമറയാണ്, ഒരു കയ്യിൽ ഇത് പൊട്ടിക്കാൻ വേണമല്ലോ. അങ്ങനെ ഒരു വിധം എങ്ങനെയൊക്കെയോ ഞാനത് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെ മണിയനാണെന്നുണ്ടെങ്കിൽ കരച്ചിൽ പറ്റി നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു ഡപ്പി തുറന്നു, അതിങ്ങനെ ഒരു അരുവിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോഴും നമ്മുടെ മണിയൻ താഴെ നിന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കും പാവം തോന്നുന്നുണ്ട്, എനിക്കും വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവൻ്റെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ അടുത്ത ഡപ്പിയും പൊട്ടിച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ രാജാവായിട്ടുള്ള മയണൈസ്, സത്യം പറയാമല്ലോ വളരെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ മയണൈസ്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നിയില്ല. അങ്ങനെ വിളമ്പലൊക്കെ കഴിഞ്ഞപ്പോൾ ആ ഒരു പീസിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്, അതായത് സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി തൊട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇതേ പൂ പോലെ പറഞ്ഞ് വരുന്നുണ്ട്. നല്ല അടിപൊളി പീസ്, അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു പീസും കുറച്ച് ചോറും എടുത്തിട്ട് നമ്മുടെ മണിയൻ പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനിത് കഴിക്കാനായിട്ട് പോകുന്നത്. ചിക്കൻ്റെ പീസ് ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് ചോറ് എടുത്തിട്ട് നമ്മുടെ മയണൈസിലൊന്ന് മുക്കിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട്. നമ്മൾ മയണൈസ് നേരത്തെ കുറച്ചുള്ളൂ എന്ന് പറഞ്ഞ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ അങ്ങോട്ട് പിൻവലിച്ചേക്കാണ്. കാരണം മയണൈസ് തന്നെ വേണമെന്നൊന്നുമില്ല. ആ ഒരു സാലഡും ചിക്കനും മാത്രം മതി ഇത് കഴിക്കാനായിട്ട്. നല്ല ഫ്ലേവറുള്ള ഒരു റൈസായിരുന്നു കേട്ടോ. ചിക്കനും മയണൈസും കൂട്ടിയിട്ട് റൈസ് കഴിച്ചു. ഇനി സാലഡ് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പം നല്ലൊരു ഫ്രഷ്നെസ് തോന്നുന്നുണ്ട്. ആലുവയിലുള്ള മിക്ക കടകളിലും ഈ ഒരു തക്കാളിച്ചാറ് പോലുള്ള സംഭവം ഉണ്ടല്ലോ, അതിനെക്കാട്ടൊക്കെ സൂപ്പറായിട്ട് തോന്നിയത് എനിക്ക് ഈ ഒരു താൽ കിച്ചണത്തെ ഈ ഒരു തക്കാളിച്ചാറുണ്ടല്ലോ, അതാണ് കേട്ടോ. മറ്റോടത്തൊക്കെ ഒരുതരം പുളിപ്പും അങ്ങനെ തക്കാളിയുടെ സെയിം ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എരിവും, പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള എന്താ പറയുക, നമ്മുടെ മാങ്ങയുടെ കഷ്ണമൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കൂട്ടിച്ചേർത്തുള്ള ഒരു സംഭവം കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. ചിലപ്പോൾ എനിക്ക് തോന്നിയതാവാം, പറയാൻ പറ്റില്ല. എൻ്റെ ടേസ്റ്റ് അതുകൊണ്ടായിരിക്കാം. ക്വാർട്ടർ ആണെന്നുണ്ടെങ്കിലും 2 പേർക്ക് സിമ്പിളായിട്ട് കഴിക്കാവുന്ന അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നല്ല വയറ് നിറഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ.